ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? നാട്ടിലെങ്ങനെ മഴയെല്ലാം ഉണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെയും തേർഡ് സെമസ്റ്ററിലെയും ഏതെങ്കിലും പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ, ഫെയിലർ ആയിട്ട് അത് വീണ്ടും എഴുതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ റെമഡിയൽ നമ്മൾ ഒരു സ്പെഷ്യൽ റെമഡിയൽ കോച്ചിങ് കം ക്ലാസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ജിനാസിന്റെയും നയനയുടെയും കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് പ്രധാനപ്പെട്ട റിയാക്ഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് സൈക്ലിക് ഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. യു നോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ്? ഒന്നുമില്ല, ആകത്തുക എന്ന് പറഞ്ഞാൽ സൈക്ലിക് എന്ന് പറയുന്നതിൽ ATP ഉണ്ടാവുന്നു, നോൺ സൈക്ലിക് എന്നതിൽ ATPയും NADP വെച്ചിട്ടുണ്ടാവുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. This driving force will induce or will act as a energy to synthesize sugar molecule during the process of dark reaction. That is the concept. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അതാണ്. ഞാൻ ആ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ഡീറ്റെയിൽ നോട്ട്സ് ഞാൻ തരും. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ക്ലിയർ? പലപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടയും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. Role of water in photosynthesis. This is a frequent question in every 5th semester physiology paper. Okay, so what is the role of water in photosynthesis? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് NADPHന് പ്രോട്ടോൺ കൊടുത്തിട്ട് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം ആക്കി മാറ്റുന്നത് ഈ പറയുന്ന പ്രോട്ടോൺ ആണ്. This proton is coming from water. So water is actually the proton donor that will combine with NADPH to form NADPH2. Okay, NADP ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് NADPH2 ആവുന്നു. That is the most significant aspects of water in the case of photosynthesis. നമ്മൾ അതിനിവിടെ പോയിന്റ് ആയിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, photosynthesis or photolysis is the splitting of water by light into H plus ion, O2 and electron. This is the most important. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. It is also called photo dissociation or photo decomposition. It is also called photo dissociation or photo decomposition. It is an oxidation reaction occurring during photosynthesis. It is an oxidation reaction occurring during photosynthesis. It is the first phase of light reaction. It is the first phase of light reaction. It occurs in photosystem 2, PS2 of chloroplast. Sunlight excites PS2 releases energy in the form of electron. The electrons are transferred to reaction center of photosystem. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടല്ലോ, ഒന്നുകൂടി പറയാം. Photolysis is the splitting of water by light into H plus ion, oxygen, electrons. Okay. It is also called photo dissociation or photo decomposition. ലൈറ്റിന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസോസിയേഷൻ, ഡിസോസിയേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒക്കറിംഗ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. അറിയാലോ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഫോട്ടോസിസ്റ്റം 2, PS2 ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. സൺലൈറ്റ് എക്സൈറ്റ്സ് PS2 release energy in the form of electron. The electrons are transferred to the reaction center of photosystem. Okay, that's all about the first aspects of photolysis of water. Then this energy is received by this energy is received by the oxygen evolving complex OEC of PS2. This energy is received by the oxygen evolving complex OEC of PS2. The OEC consists of 4 Mn++ ion and Ca++ ion. The OEC combines with 2 molecules of water and split them into 4 electron, oxygen and H+ ion. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റിംഗ് റിയാക്ഷൻ ആണ്. സോ റിമെമ്പർ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ you have to add. The electrons from the OEC are, OEC means oxygen electron complex or oxygen evolving complex. The electrons from the OEC are accepted by pheophytin and is transported through the non-cyclic electron transport to NADP. This electron transport synthesize ATP and NADP2. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് NADPന്റെ കൂടെ കൂടി NADPH2 എന്ന് പറയുന്ന ഒരു കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്.
This is very important aspects as far as the photolysis is concerned. Especially പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ this point is very important. So remember, photolysis is not at all a simple process. It is the most important as well as the situation changing complex or situation changing reaction. So it is very important as far as your examination and the concept is concerned. Now, what is the significance of photolysis? എന്താണ് ഫോട്ടോലൈസിസിന്റെ സിഗ്നിഫിക്കൻസ്? ഒന്ന്, ഇറ്റ് സപ്ലൈസ് ഇലക്ട്രോൺസ് ഫോർ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ATP and NADPH2. ക്ലിയർ ആണല്ലോ? ഇറ്റ് സപ്ലൈസ് ഓക്സിജൻ ടു ദ എർത്ത്. അല്ലെ, ഭൂമിയിൽ നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് ഒരു പൈസയും ചെലവില്ലാതെ ഓക്സിജൻ ശ്വസിക്കാറുണ്ട്. അല്ലെ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഓക്സിജൻ പൈസ കൊടുത്ത് വാങ്ങിയ കഥ നമുക്കറിയാം. അല്ലെ, നമ്മുടെ നാട്ടിൽ തന്നെ ഓക്സിജൻ ഇതായിട്ട് കൊടുക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ നമ്മൾ അറിയാതെ, നമ്മളൊരു പുറത്തുനിന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഭയങ്കര അഹങ്കാരികളായി മാറുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ഇവിടെ അങ്ങനെ പൊത്തിവെച്ചാൽ മതി, അപ്പൊ നമ്മൾ അഹങ്കാരം പോകും. കാരണം 2 മിനിറ്റ് കൊണ്ട് നമ്മളെ കഥ കഴിഞ്ഞു പോകും. അതിന്റെ അർത്ഥം അത്രയും പ്രഷ്യസ് ആണ് നമ്മുടെ ഓക്സിജൻ കേട്ടോ. ദിസ് ഓക്സിജൻ ആർ സപ്ലൈഡ് ബൈ ദിസ് പർട്ടിക്കുലർ water molecule. So the process of photolysis will produce the most precious oxygen for the life activity of every organism, every living organism in the world. It supplies oxygen into the earth. It is the first phase of photosynthesis. So photosynthesis ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് എന്ന് പറയുന്നത് വെള്ളമാണ് കേട്ടോ. നമ്മൾ പറയാറില്ലേ, ഫോട്ടോസിന്തസിസിൽ 3 ആൾക്കാരുണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റൊന്ന് വാട്ടർ, പിന്നെ ഒന്ന് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് അവിടുത്തെ ഒരു സ്ട്രക്ചർ മാത്രമാണ്, പ്ലാറ്റ്ഫോം ആണ്. ബൈ ദിസ് പ്ലാറ്റ്ഫോം ഫസ്റ്റ് റിയാക്ഷൻ ഹാസ് ബീൻ ഹാപ്പൻഡ്. ദാറ്റ് റിയാക്ഷൻ ഈസ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ നോട്ട്സ് ഞാൻ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് തരാം. ഇതാണ് നമ്മൾ ഈ പറയുന്ന നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്കീമായിട്ട് എഴുതിയിട്ടുള്ള ഇത്, ദിസ് ഈസ് കോംപ്ലക്സ് സ്ട്രക്ചർ. സോ ഇത് നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. ചിലപ്പം നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ചോദിക്കുമ്പോൾ യു ഹാവ് ടു ആഡ് ദിസ് മച്ച്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് കഥ നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഗ്രാനക്കുള്ളിലെ, പറയൂ, ഗ്രാനക്കുള്ളിലെ എവിടെയാണ്? ഗ്രാനിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാനക്കുള്ളിൽ ആ ആളുടെ ഉള്ളിലാണ് എന്തുള്ളത്? ദിസ് പർട്ടിക്കുലർ തൈലക്കോഡ് മെമ്പറൈന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ആൾക്കാരിലെ ലൈറ്റ് വരുന്നു. നമുക്കറിയാം ഇത് അല്ലെ, ഫോട്ടോ സിസ്റ്റം 2 വന്നു. എന്നിട്ട് ഇവിടുന്ന് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന H+കളൊക്കെ ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യും. അക്യൂമുലേറ്റ് ചെയ്യുന്ന H+കൾ കൊണ്ട് ATP ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന പ്രോട്ടോൺ, ആ പ്രോട്ടോൺ പോയി, യു ക്യാൻ സീ ദിസ്, ഈ പ്രോട്ടോൺ ഇവിടെ തിരിച്ചു പോയിട്ട് ഈ പ്രോട്ടോണുകൾ NADP ായിട്ട് കൂടിച്ചേർന്ന് NADPH ആയി മാറുന്നു. സോ ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. ഇതൊരു വലിയ സ്ട്രക്ചറൽ പ്രോസസ് ആണ്. അപ്പൊ തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരിക്കുന്ന സ്കീമും ഇതും കൂടി നിങ്ങളൊന്ന് കമ്പൈൻ ചെയ്തിട്ട് വരച്ചിട്ട് വെക്കണം. ഒന്നുമില്ല, ആ സെയിം സ്കീം തന്നെയാണ്. സൈറ്റോക്രോം ഉണ്ട്, പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, പ്ലാസ്റ്റോസയനിൻ ഉണ്ട്. ദെൻ അങ്ങനെ ഫോട്ടോ സിസ്റ്റം 1 എത്തുന്നു, തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഇത് NADP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പാരലി അവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന സീക്വൻസ് പ്രകാരം ഈ പ്രോട്ടോണിന്റെ സഹായത്തോടു കൂടി ATP ഉണ്ടാവുന്നു. ഇലക്ട്രോൺ ഫ്ലോ PS2 PS60 പ്ലാസ്റ്റോക്വിനോൺ കിനോൺ B6F മൈനസ് കോംപ്ലക്സ് ഫോട്ടോ പ്ലാസ്റ്റോസയനിൻ PS1 P700 ഫെറിഡോക്സിൻ NADP റിഡക്ടേസ് പ്ലസ് NADP. സോ റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് റിയാക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ATP ഉണ്ടാവുന്നു, NADP ഉണ്ടാവുന്നു. 2 ടൈപ്പുള്ള പ്രോസസ് ഉണ്ട്, സൈക്ലിക് ഉണ്ട്, നോൺ സൈക്ലിക് ഉണ്ട്. ഈ സ്ട്രക്ചർ നിങ്ങൾ എല്ലാവരും സമയം എടുത്തിട്ട് വരച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും മനസ്സിലാവുന്നില്ല നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരിക്കുന്ന ആ സ്കീമിന്റെ അതേ സാധനം ഇവിടെ സ്ട്രക്ചറലായിട്ട് വരച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സി ഇനി നമുക്കൊന്ന് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഇത്രയേ ഉള്ളൂ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഫോട്ടോ സിസ്റ്റം 1, ദെൻ PC. ഓക്കെ, ലൈറ്റ് പോകുന്നു, ഫെറിഡോക്സിനിലേക്ക് വരുന്നു, തിരിച്ചു വരുന്നു, സൈറ്റോക്രോം എത്തുന്നു, തിരിച്ചങ്ങോട്ട് എത്തുന്നു. കീ എന്താണ്? കീ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്, സൈറ്റോക്രോം F ഉണ്ട്, B6F കോംപ്ലക്സ് ഉണ്ട്, PC ദാറ്റ് ഈസ് പ്ലാസ്റ്റോസയനിൻ. എന്തൊക്കെയാണ് ഹാപ്പൻ?
more ATP is needed. ഒരുപാട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ more ATP are needed. No NADP is available. ഒരുപാട് ATP കൊണ്ടുതരുന്നു, അതേസമയം NADP തീരെ ഇല്ല എന്നുള്ളതാണ് സൈക്ലിക്കിന്റെ പ്രത്യേകത. ഇനി നോൺ സൈക്ലിക്. നോൺ സൈക്ലിക് ഓക്കെ, ഇത് നോൺ സൈക്ലിക് ആണ്. ഞാനിവിടെ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ദിസ് ഇസ് നോട്ട് സൈക്ലിക്, ദിസ് ഇസ് നോൺ സൈക്ലിക്. നോക്കൂ, തുടങ്ങി, ഈ ലൈറ്റിലേക്ക് പോയി, സൈറ്റോക്രോം F വന്നു, പ്ലാസ്റ്റോസൈനിൻ തിരിച്ച് P7 100 എത്തുന്നു, തിരിച്ചു പോകുന്നു, ഫെറിഡോക്സിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, NADP പാരലി ഇവിടെ എങ്ങനെയാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത വാട്ടർ തിരിച്ചിങ്ങോട്ട് വരുന്നു. സോ ഓക്കെ, സോ ദിസ് ഇസ് നോൺ സൈക്ലിക്, ഇറ്റ് ഇസ് നോട്ട് സൈക്ലിക്. അങ്ങനെ നോൺ സൈക്ലിക്ക് രണ്ടാൾക്കാരുണ്ട്. ഇവിടെ നോക്കേണ്ടത് കീ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റോക്രോം, സൈറ്റോക്രോം F. But the thing is that here both ATP and NADP are produced. NADPH are produced. So ATP and NADPH are produced during this process. So remember and compare both the cyclic as well as non-cyclic electron transport. Okay. എന്താണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ? ദിസ് ഈസ് ദ സിന്തസിസ് ഓഫ് ATP യൂസിങ് ദ എനർജി ഫ്രം ലൈറ്റ്. രണ്ട് ടൈപ്പ് ഫോസ്ഫോറിലേഷൻ ഉണ്ട്. ഒന്ന് ഫോട്ടോഫോസ്ഫോറിലേഷൻ, മറ്റൊന്ന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കഴിച്ചിരിക്കുന്ന ചോറ്, അത് കുറച്ച് കഴിയുമ്പം ATP ആയി മാറുന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ട് ATP ഉണ്ടാവുന്നു. ദിസ് ഈസ് ദ സിന്തസിസ് ഓഫ് ATP യൂസിങ് ദ എനർജി ഫ്രം light. The principle is the same as for oxidative phosphorylation in the mitochondria. അല്ലേ? അതേപോലെ തന്നെയാണ് മൈറ്റോകോൺഡ്രിയൽ നടക്കുമ്പോൾ തന്നെയാണ് ഈ പ്രോസസ്. ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ദി കാരിയേഴ്സ് ഇൻക്ലൂഡിംഗ് photosystem 2 and 1. As they pass through the cytochrome carrier, protons are pumped into the interior of the thylakoid. അല്ലേ? പ്രോട്ടോകോൺ ഇന്റീരിയറിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. The thylakoid interior is small to increase the concentration of proton. അല്ലെ? അവിടെ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുന്നു. The proton then flow back by the diffusion down a concentration gradient into the stroma through ATP synthesis. അങ്ങനെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ATP എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. പ്രോട്ടോണ് ഇഷ്ടംപോലെ H+ കൂടി ചേർന്ന് ഒരു സ്ട്രോമയിൽ വന്ന് അത് ഈ പറയുന്ന ATP സിന്തേസ് കോംപ്ലക്സിലേക്ക് വന്നു. ATP is generated from ADP plus P. അങ്ങനെ ADP എന്ന് പറയുന്ന മെഷീനിലോട്ട് പ്രോട്ടോൺ കൂടി ചേരുന്നത് പ്രോട്ടോണിന്റെ ഗ്രേഡിയൻസിലാണ്, പ്രോട്ടോണിന്റെ പവർ കൊണ്ടാണ്, പ്രോട്ടോണിന്റെ എനർജി കൊണ്ടാണ്. അങ്ങനെ ആസ് എ റിസൾട്ട് ATP ഉണ്ടാക്കപ്പെടുന്നു. That process is called photophosphorylation. Photophosphorylation is nothing but the process of the synthesis of ATP by the presence of light is called photophosphorylation. ഇതാണ് ആ പ്രോസസ്. സി, ഇലക്ട്രോൺ H+ സൈറ്റോക്രോം പമ്പ് വഴി ഇഷ്ടംപോലെ പ്രോട്ടോണുകൾ ഇങ്ങനെ പോകുന്നു. ഈ പ്രോട്ടോൺ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു എനർജി ആയിട്ട്. ആ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ADP ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ATP ആവുന്നു. ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ATP സിന്തേസ് ആണ്, എൻസൈം ആണ്. ATP സിന്തേസ് ഇങ്ങനെ ആക്റ്റീവ് ആണെങ്കിൽ ആര് പോകണം? ഒരു കറണ്ട് പോകണം. ആ കറണ്ട് ആണ്, ആ ചാർജ് ആണ് പ്രോട്ടോൺ. ക്ലിയർ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ആ മെഷീനറി എന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ പ്രോസസ് ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അതായത് ഈ പ്രോസസ് നടക്കുന്നത് കെമിയോ ഓസ്മോസിസ് കപ്ലിംഗ് തിയറി എന്നാണ് നമ്മൾ പറയാം. ദാറ്റ് വി വിൽ ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്. ഇതാണ് ആ പ്രോസസ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ മാത്രം പറഞ്ഞാൽ മതി. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറയാം. ഓക്കെ, താങ്ക് യു.